ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗണേശായ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥജംബുബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ സരസ്വതീ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര നമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഇന്ന് കർക്കിടകം 28 ദിവസത്തെ പാരായണം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഇന്നത്തെ പാരായണത്തില് തുടക്കത്തില് കാലനേമിയുടെ പുറപ്പാട് കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, അത് തുടരുകയാണ്. അതിനുശേഷം ദിവ്യ ഔഷധ ഫലം, മേഘനാഥവധം, രാവണ വിലാപം, രാവണന്റെ ഹോമവിഘ്നം, ഇത്രയും ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചാരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷതാഭാവമിതു കൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ. ദൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനി ജനസേവിതമായതും. ശിഷ്യജന പരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടു വായൂതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൗഷധം. നിൽക്കോമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ.
ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമമശ്രമം രംഭാവനസഗർജൂരകേരാമ്രാദി സമ്പൂർണമത്യുച്ഛതോയവാഭിയുതം കാലനേമിത്രിയാമാചരനും തത്ര ശാലൈഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാനെങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവ വീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ ഇത്തമാകർണ്യ ചൊന്നാൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുതൂമേദാഹം അതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം വായുതനയനേവം ചൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്ന് ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണു മടച്ചു വാവീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയുമുന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്തു കണ്ണു മിഴിച്ചും കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവീവരൻ ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യദ്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കപിവരാ മുന്നമൊരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രക്ഷസിയായതും ധന്യമാലീതി മേ നാമം മഹാമതേ മാന്യനം നീ ഇനിയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു
താപസദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാകുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയ കാലനേമിതൻ അന്തികെ ചെന്നാൻ അവനോടു ചൊന്നാനസൂരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തെടോ കാലമിനി കളയാതെ വരീക നീ. മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കദീവരൻ ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു പൂക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധ ഫലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധാവാസമൃഷാഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന അൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നിർവർണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിരേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതോ കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദവധം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്കാമതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരേ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ ധനങ്ങളും മഞ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനവും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞും ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അദ്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദ ഘോഷവും
ആനകൾ വെന്തലേറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു. ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നീ കുംഭനും അന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു ഉറപ്പെട്ടാൻ. കുംഭനും താനും പ്രജങ്കനും എത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പുരൂതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടതാ ജമ്പാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യുഭക്ഷനും തഥാ ശോണിതാനേത്രനും. കോപിച്ചടുത്താരതോ നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതധിക്ഷീണനായി വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവീതനുമായി തത്ര മന്നേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജങ്കനെത്താരേയനുമധ പിന്നെ യൗവണ്ണം വിവീതൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമതാമൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാം മാറുചാടി വീണുഗ്രതയോടവൻപിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ. വാരണാധിയും കലക്കി മറിച്ചതീ ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന ശേഷം അത്യുഗ്രൻ നികുംബൻ പരീഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ. മാരുതി മാറിയിലടിച്ചാൻ നികുംബനും പാരിൽ നുറുങ്ങി വീണു തൽപരീഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക എന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു. രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ. ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും
കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോരു ചാപവും തേരും പൊടി വെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ. പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാപത്തു മുട്ടു തീർത്തിടിനാൻ. രാവണീതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ. അതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഏഴു ലോകം നടുങ്ങുമ്പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പൊക്കിരുന്നരുളിടുക. സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്രാരി ചിത്തം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുത്സനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാമതല്ലായിലേവനും. ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായിതോ. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മെഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. ചൊല്ലുന്നതു കണ്ടു രാവണനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു? പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘൂതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ? ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു
ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരുക നീയുമിങ്ങോട്ടിനി എന്നുടൻ. മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ. സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻപത മഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു. നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിട കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപൂണനാം മേഘനീനാഥൻ ഈ കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു ബുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കണ്ടോരുപായമത്യദ്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ. മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കാതയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്നു വിഭീഷണൻ. ചൊന്നതു കേട്ടള വാലസ്യവും തീർന്നു മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകവിസേനയും രക്ഷോവരനും നടന്നാനതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷഭൻ ശരവൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലി പുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസ വീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുത നന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിരി വന്നിനി
യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്നു നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരമങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മൂറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊൾകല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെയുടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു. സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്ര തനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതീ സാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൊക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞിര പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചതന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. ദൃശം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നു പൊക്കുശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ. ആമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ.
പുഷ്പങ്ങളും പരീക്ഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭീനാദവും ഘോഷിച്ചിതേറ്റവും ആനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കുപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ. ഊഢമോദം മുകർന്നേടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളിച്ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണീ യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണ വിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാരാ മണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാരാ വീരാമനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദുജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായിതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമാജന്മവും നിഷ്ഫലമായി വന്നതീശ്വരാ. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മർത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഗഡ്ഗവും മുങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേഭതുഗാത്രിയായി. രാമ രാമ രാമേതി ജപത്തോടും രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കുർഭൂരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതീന ആവതല്ലൂർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ നിർമ്മലനെന്നോ ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതീനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ. വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ. ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രീഞ്ചരേന്ദ്രപ്രവര പ്രഭോമായ സാർദ്ധം വിരവോടു പോരിനായി. മന്നവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു ഒന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ
സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായ സ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയ മന്ത്രികളോടു നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പൂർജയിതാനഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കേടിനാൻ രാവണ ദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ ആർക്കാത്മജാതിയാം മർക്കട വീരരും അർക്കാൻ വയോദ്ഭുതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരുധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി മുഖ്യ നിശാചരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ഏകാകിയായിതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു. സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരുകുകയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമിതി രഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കെടൂ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരഥാദികൾ വാനവരാലുമജയ്യനം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദരം മന്ദരമെന്നീ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതോ തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഗവ്യഗവ്യാദിഹോമായ സാദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. 28-ാം ദിവസത്തെ പാരായണം സമ്പൂർണം. ഓം ശ്രീരാമ ജയം. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമ. ഭഗവാനെ, തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണേ, പൊറുക്കണേ. സർവം വിഷ്ണോർപ്പണമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.